NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ദേശീയപാതയിൽ പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ കാൽനടയാത്രികൻ ലോറിയിടിച്ച് മരിച്ചു. പാലപ്പിള്ളി വലിയകുളത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. ഇഞ്ചക്കുണ്ട് കുടിയേറ്റത്തിന്റെ 1 വർഷം നീളുന്ന വജ്ര ജൂബിലി ആഘോഷം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ജോസ് K. മാണി MP ഉദ്ഘാടനം ചെയ്തു. ചിമ്മിനി മേഖലയിലെ തോട്ടം മേഖലയ്ക്ക് വെല്ലുവിളിയായി കാട്ടാന ശല്യം. അധികാരികളുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് തോട്ടം തൊഴിലാളികൾ. MDMAയുമായി ഒരാൾ പുതുക്കാട് പോലീസിന്റെ പിടി. 8 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് ആശാരിക്കുന്ന് കൽക്കുഴി റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ കാൽനടയാത്രികൻ ലോറിയിടിച്ചു മരിച്ചു. പുതുക്കാട് താമസിച്ചിരുന്ന കിഴുപ്പള്ളിക്കര പുക്കാട്ടുകുന്നിൽ പട്ടത്ത് അശോകനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി 8:30 സംഭവം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ലോറി ഇടിക്കുകയായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു മരണം. ഗീതയാണ് ഭാര്യ. അബിത, കവിത എന്നിവർ മക്കളും. രാജേഷ്, ഉണ്ണികുമാർ എന്നിവർ മരുമക്കളുമാണ്. പാലപ്പിള്ളി വലിയകുളത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. ടാപ്പിങ്ങിന് പോയ തൊഴിലാളികളാണ് തോട്ടത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടത്. പശുവിന്റെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. മുൻപും പ്രദേശത്ത് പുലിയിറങ്ങി പശുക്കളെ കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. 2 മാസം മുൻപ് കുണ്ടായി ചൊക്കന റോഡിൽ കാർ യാത്രക്കാർ പുലിയെ കണ്ടിരുന്നു. കഴിഞ്ഞയാഴ്ച വലിയകുളം തോട്ടത്തിൽ പുലിക്കുട്ടിയെ കണ്ടതായി തോട്ടം തൊഴിലാളികൾ പറഞ്ഞു. കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ പുലിയും എത്തിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. വനപാലകർ ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചിമ്മിനി മേഖലയിലെ കാട്ടാന ശല്യത്തിന് കൂച്ചുവിലങ്ങിട്ടില്ലെങ്കിൽ തോട്ടം മേഖല അപ്രത്യക്ഷമാകും. 1 നൂറ്റാണ്ടിലേറെക്കാലം പ്രദേശത്തിനാകെ തൊഴിൽ നൽകിയ ഒരു മേഖല അധികാരികളുടെ പിടിപ്പുകേട് മൂലം തകർന്നടിയുന്ന ഗുരുതര സാഹചര്യമാണ് നിലവിലുള്ളത്. ചിമ്മിനി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്ലാന്റേഷനുകളിൽ കാട്ടാനകൾ കടന്നുവരുന്നതും തൊഴിലാളികൾ ആക്രമിക്കപ്പെടുന്നതും നിത്യമെന്നോണം വാർത്തകളിൽ ഇടം നേടിയിരുന്നു. എന്നാൽ ഇന്ന് ഈ മേഖലയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് സംജാതമായിരിക്കുന്നത്. ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ 200 ഹെക്ടർ സ്ഥലത്ത് റീപ്ലാന്റ് ചെയ്ത റബ്ബർ തൈകളിൽ 33 ഹെക്ടർ സ്ഥലത്തെ റബ്ബർ തൈകളാണ് കഴിഞ്ഞ 1.5 മാസക്കാലം കൊണ്ട് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. റബ്ബർ തൈകൾ ഭക്ഷിക്കുകയും റബ്ബർ മരങ്ങളുടെ തൊലി അടർത്തിയെടുത്ത് ഭക്ഷിക്കുകയും ചെയ്യുകയാണ് ഇവ എന്നും ആനകളുടെ ഭക്ഷണ രീതിയിൽ വന്ന വ്യത്യാസമായിരിക്കാം റബ്ബർ തൈകളും ഭക്ഷിക്കുന്നതിന് കാരണമെന്നും ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ മാനേജർ ബെന്നി മാത്യു പറഞ്ഞു. 2018 മുതൽ ആകെ റീപ്ലാന്റ് ചെയ്ത 200 ഏക്കറിൽ 33 ഹെക്ടർ സ്ഥലത്തെ തൈകളാണ് ഇതിനോടകം നശിപ്പിച്ചു കളഞ്ഞത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു 10 വർഷം കഴിയുമ്പോൾ പുതിയതായി ഇപ്പോൾ വെച്ച് 2 ലക്ഷം തൈകളാണ് അടുത്ത 7 വർഷത്തിന് ശേഷം തൊഴിലാളിക്ക് ഇവിടെ ജോലി സാധ്യതയായിട്ട് വരേണ്ടത്. ആ ജോലി സാധ്യത ഇല്ലാതാവും. ഈ സ്ഥാപനം തന്നെ ഇല്ലാത്ത തരത്തിലേക്ക് തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ വ്യവസായ മേഖലയിൽപ്പെട്ട ഒന്നാണ് പ്ലാന്റേഷൻ പാലപ്പിള്ളി. ആ പ്ലാന്റേഷനിലെ കുണ്ടായി എസ്റ്റേറ്റ്, മുപ്പിളി എസ്റ്റേറ്റ് ഒക്കെ തന്നെ അന്യം നിന്ന് പോകുന്ന തരത്തിലേക്ക് പോവുകയാണ്. ഇതിനെതിരായി യൂണിയൻ പലവട്ടം പരാതി കൊടുത്തിട്ടും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രെഞ്ച് കീറിയെങ്കിൽ മാത്രമാണ് ആനശല്യം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ആ ട്രെഞ്ച് കീറുന്നതിന് ഫോറസ്റ്റ് എതിരായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ട്രെഞ്ച് കീറിയാൽ അവർ പറയുന്നത് ഇവിടെ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ മണ്ണിടിച്ചിലൊക്കെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ട്രെഞ്ച് കീറാൻ കഴിയില്ല എന്നാണ്. കാട്ടാനശല്യം കുറയ്ക്കുന്നതിന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വൈകാതെ റീപ്ലാന്റ് ചെയ്ത സ്ഥലം മുഴുവൻ നശിപ്പിക്കപ്പെടുകയും വരും വർഷങ്ങളിൽ തോട്ടം മേഖലയിൽ തൊഴിൽ ഇല്ലാതാകുന്ന തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഉറപ്പാണ്.
ടാപ്പിങ്ങിന് പ്രായമായ റബ്ബർ മരത്തിൽ നിന്ന് 30 വർഷം വരെ ടാപ്പിംഗ് നടത്താനാകും. ഹെക്ടർ 1-ന് 1 തൊഴിലാളി എന്ന നിലയിൽ ക്രമീകരണമുള്ള തോട്ടം മേഖലയിൽ 33 ഹെക്ടറിലെ തൈകൾ നശിപ്പിക്കപ്പെട്ടതോടെ അത്രയും പേർക്ക് വരും വർഷങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന ഗുരുതരമായ സാഹചര്യമാണ് ഉള്ളത്. കാട്ടാനകളെയും മറ്റു വന്യമൃഗങ്ങളെയും നിയന്ത്രിക്കാനായില്ലെങ്കിൽ അതിന് നൽകേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കുമെന്ന് ഇവർ പറയുന്നു. ഹാരിസൺ മലയാളത്തിൻ്റെ കുണ്ടായി എസ്റ്റേറ്റിലുള്ള റീപ്ലാന്റിംഗ് ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിയാലായിട്ട് കാണാൻ പറ്റും, വളരെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത്. അതൊക്കെ പ്ലാന്റ് ചെയ്ത ഭാഗങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ കുറച്ച് നാളുകൾക്കകം ആന മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ ഭാഗങ്ങളാണത്. അപ്പോൾ ഇത്രയധികം തൈകളാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 3 വർഷം പ്രായമായ റബ്ബർ തൈയാണ് ഈ ഫീൽഡിലുള്ളത്. അതാണ് ഈ ഒരു അളവിൽ നശിപ്പിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഇപ്പോൾ എൻ്റെ മുൻഭാഗത്ത് തന്നെ ഇപ്പോൾ ആന നിൽപ്പുണ്ട്, ഒരു 5-8 ആന നിൽപ്പുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നോക്കിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. ജോലി ചെയ്യുന്ന വാച്ചർമാരായാലും ജോലിക്കാരായാലും അവർ ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് പോലും ആനകൾ വന്ന് ശല്യം ചെയ്യുകയാണ്. ഞങ്ങൾ വാച്ചർമാരാണ്. ഞങ്ങളിത് ഇവിടെ കിടന്നപ്പോഴാണ് ആന വന്നിട്ട് ഷെഡ് പൊളിച്ചത്. ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. അതിൻ്റെ ഇടയിൽ പുലികളുണ്ട്, മഹനുണ്ട്, പിന്നെ കാട്ടുപോത്തുണ്ട്, മറ്റുള്ള ജീവികളൊക്കെ ഉണ്ട് അതിനകത്ത്. ഞങ്ങൾ കണ്ട കഴിക്കാൻ ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. രാവിലെ 10 മണിക്കാണ് ഒരു പുലി വന്ന് നമ്മൾ കൂട്ടാനായ ഒരു വാച്ചറുണ്ടായിരുന്നു അവിടെ, സജീദ് പറഞ്ഞിട്ട്. അവൻ്റെ അടുത്തു നിന്നാണ് പുലി പട്ടിനെ എടുത്തുകൊണ്ട് പോയത്. അതുപോലെ ഭയങ്കര ശല്യങ്ങളുണ്ട് ഇവിടെ. ഭയങ്കര കടുവയുണ്ട്, പുലിയുണ്ട്, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് ഇവിടെ. 1910-ൽ പ്ലാന്റേഷൻ പൂർണ്ണതോതിൽ എത്തുമ്പോൾ അന്ന് തോട്ടം മേഖലയ്ക്ക് സംരക്ഷണത്തിനായി ട്രഞ്ച് നിർമ്മിച്ചിരുന്നു എന്നും അന്ന് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നില്ല എന്നും തൊഴിലാളികൾ പറഞ്ഞു. 2018-ന് ശേഷമാണ് കാട്ടാനശല്യം ഉൾപ്പെടെ പ്രദേശത്ത് വ്യാപകമായത്. 40 മുതൽ 60 വരെ കാട്ടാനകൾ പാലപ്പിള്ളി കുണ്ടായി എസ്റ്റേറ്റിൽ മാത്രമുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ സംഘത്തിലുള്ളവയാണ് താളുപ്പാടം, ഇഞ്ചക്കുണ്ട് പ്രദേശങ്ങളിലും എത്തുന്നത്. തോട്ടം മേഖലയിൽ നിന്ന് ഭക്ഷണം ലഭിക്കാതായാൽ കാട്ടാനക്കൂട്ടം സമീപത്തെ ജനവാസ മേഖലയെ കീഴടക്കും എന്നുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അധികാരികൾ ഉണർന്ന് ഫലപ്രദമായ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. എത്രയും വേഗം വന്യമൃഗങ്ങളുടെ ഈ കടന്നുവരവിനെ ഒരു കടിഞ്ഞാണിട്ടില്ലെങ്കിൽ തോട്ടം മേഖലയിൽ തൊഴിൽ നഷ്ടപ്പെടുക മാത്രമല്ല, തോട്ടം മേഖല തന്നെ ഇല്ലാതെയാകുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി തോട്ടം മേഖലയ്ക്ക് ചുറ്റും ട്രഞ്ച് കീറി വന്യമൃഗങ്ങൾ കടന്നുവരുന്ന സാഹചര്യം ഒഴിവാക്കണം എന്നാണ് തോട്ടം തൊഴിലാളികൾക്കും യൂണിയൻ പ്രതിനിധികൾക്കും ഒരുപോലെ അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. മലയോര മേഖലയിൽ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ മുഴുവൻ പേർക്കും ഈ സർക്കാരിന്റെ കാലത്തു തന്നെ പട്ടയം കൊടുത്തു തീർക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇഞ്ചക്കുണ്ട് കുടിയേറ്റത്തിന്റെ 1 വർഷം നീളുന്ന വജ്രജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കയ്യേറ്റവും കുടിയേറ്റവും ഒന്നല്ല എന്ന അഭിപ്രായമാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, വജ്രജൂബിലി ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി ഫാദർ സെബിൻ എടാട്ടുകാരൻ, ഫാദർ സെബാസ്റ്റ്യൻ ഊന്നുകല്ലിൽ, ചെയർമാൻ ബേബി മാത്യു കാവുങ്ങൽ, ജനറൽ കൺവീനർ റോയ് ജോസഫ് കാരക്കാട്ട്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ EK സദാശിവൻ, TK അസൈൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റോസ്ലി തോമസ്, NP അഭിലാഷ്, ഗീത ജയൻ എന്നിവർ പ്രസംഗിച്ചു. 25 വർഷക്കാലം പിന്നിട്ട കുടിയേറ്റത്തിന്റെ സമഗ്രമായിട്ടുള്ള ഓർമ്മ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുടിയേറ്റം ഈ നാടിന് ഉണ്ടായ ഗുണകരങ്ങളായ മാറ്റങ്ങളെ കുറിച്ച് പ്രതിപാദിക്കാനും 75 വർഷക്കാലത്തിനിടയിൽ കുടിയേറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു നാട് നടത്തിയ സമഗ്രമായ പുരോഗതി ഓർത്തെടുക്കാനും അതോടൊപ്പം ഇനി നമുക്ക് ആർജിച്ചെടുക്കേണ്ട അവകാശങ്ങളെ കുറിച്ച് സ്വയംബോധത്തോടെ സംഘടിതമായി മുന്നോട്ട് പോകാനുമുള്ള അവസരമൊരുക്കാനുള്ള ഒരു പൊതുവേദിയായിട്ടാണ് ഇന്ന് ഈ കുടിയേറ്റ വജ്രജൂബിലിയെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ കുടിയേറ്റ മേഖലയും അല്ലെങ്കിൽ കുടിയേറ്റ കർഷകരെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെയധികം ആളുകൾ, അടുപ്പമുള്ളവരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ എൻ്റെ മുമ്പിലിരിക്കുന്നത് കാണാം. ഒരുപക്ഷെ എൻ്റെ ലാഭം മാണിസാറുമായി ബന്ധപ്പെട്ട മാണിസാറിന് ആത്മബന്ധമുള്ള വളരെയധികം കുടുംബങ്ങൾ ഈ പ്രദേശത്തുമുണ്ട്. ഈ മേഖലയെ സംബന്ധിച്ച്
പ്രത്യേകമായി ഇവിടെ എന്തായിരുന്നു ആളുകളോട് പറയുന്ന കാര്യം നമ്മുടെ പരമ്പരയിലൂടെ കടന്നു ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനടിത്തറ പാടിയത് ഈ കുടിയേറി ഇവിടെ താമസം ഉറപ്പിച്ച ഇവിടെ പണിയെടുക്കാൻ തയ്യാറായി വന്ന ആ മനുഷ്യർ തന്നെയാണ് ഇവിടെ കാട് പ്രദേശത്ത് വെട്ടിത്തെളിച്ച് കാലവൃക്ഷ തൈകളും മറ്റു പലതും ഭൂമി കരുവന്നൂരിലുള്ള അബ്ദുള്ള സാഹിബ് ചൂണ്ടിക്കാണിച്ച പ്രകാരം അന്നത്തെ കുരുക്കത്തറ എന്നറിയപ്പെടുന്ന ഇന്നത്തെ ഇഞ്ചക്കുടില് പ്രദേശത്ത് എത്തിച്ചേർന്ന് കാടും മലയും ഒക്കെ വെട്ടിത്തെളിച്ച് മണ്ണിനെ പൊന്നാക്കി അന്നത്തെ കാട്ടുമൃഗങ്ങളോടൊക്കെ പടപൊരുത്തി 75 വർഷങ്ങൾക്ക് മുമ്പ് ആ പിതാമഹന്മാര് നമ്മുടെ ഈ നാടിനെ ഇന്ന് ഈ രീതിയിലാക്കിയിരുന്നുവെങ്കിൽ വന്യമൃഗം കാടിന് പുറത്തേക്ക് വരുമ്പോൾ മനുഷ്യന് സംരക്ഷണം കൊടുക്കാനും ആവശ്യമെങ്കിൽ വെടിവയ്ക്കാനുമുള്ള അധികാരം പോലീസിന് കൊടുക്കാനുള്ള നിയമ ഭേദഗതി ഉണ്ടാകണമെന്ന് ജോസ് കെ മാണി MP അഭിപ്രായപ്പെട്ടു. ഇഞ്ചക്കുണ്ട് കുടിയേറ്റത്തിന്റെ വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വന്യമൃഗശല്യം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം എന്ന വിഷയത്തിലുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വന്യജീവികളും കർഷകരുമായി ബന്ധപ്പെട്ട് ഒരു ഭീകരാന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. നാട്ടിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി നേരിടുമ്പോൾ പോലീസാണ് ഇടപെടുന്നത്. ഇതേ മാതൃകയിൽ വന്യമൃഗം നാട്ടിലിറങ്ങിയാൽ പോലീസിന് ഇടപെടാനും ജില്ലാ മേധാവിക്കെങ്കിലും വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കാനും കഴിയുന്ന തരത്തിലുള്ള നിയമ ഭേദഗതി ഉണ്ടാകണം. ഫെൻസിംഗ് സ്ഥാപിച്ചതുകൊണ്ടോ നഷ്ടപരിഹാരം നൽകിയതുകൊണ്ടോ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാനാവില്ല. 7 വർഷം മുമ്പ് 7000 ആനകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 1500 കുറഞ്ഞു എന്ന റിപ്പോർട്ട് വിശ്വസനീയമല്ലെന്ന് MP പറഞ്ഞു. വന്യമൃഗം വനത്തിന് പുറത്തേക്ക് വന്നാൽ സംരക്ഷിക്കേണ്ടത് മനുഷ്യനെയാണെന്ന് പറയാനുള്ള ചങ്കൂറ്റമാണ് ഉണ്ടാകേണ്ടതെന്നും ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ ചർച്ചകൾ ഉണ്ടാകണമെന്നും ഇതിനാവശ്യമായ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്നും ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. സെമിനാറിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ AO സണ്ണി, കേരള വന ഗവേഷണ കേന്ദ്രത്തിലെ സയന്റിസ്റ്റ് ഡോക്ടർ AV രഘു എന്നിവർ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് ആശാരിക്കുന്ന് കൽക്കുടി റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. ജോസ് കെ മാണി MP നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. KK രാമേന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ റോസലി തോമസ്, ബേബി മാത്യു കാവുങ്ങൽ, AK പത്രോസ്, CK ഗോപാലൻ, ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, ജോസി മാണി എന്നിവർ സന്നിഹിതരായി. വളരെ അധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ഗ്രാമീണ മേഖലയിൽ, കാർഷിക മേഖലയിൽ ഇവിടെ വരാനും എൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഈ ആശാരിക്കുന്ന് റോഡിന് 5 ലക്ഷം രൂപ നൽകി അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്താനും കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ റോസ്ലി മെമ്പർ എന്ന നിലയ്ക്ക് ഇവിടുത്തെ വികസനത്തിന് വേണ്ടി നിരന്തരമായി, അതുപോലെ ദേവിമാത്യു തീർത്തും ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്താണ് വികസനം വരേണ്ടതായ ഒരു ആശാരിക്കുന്ന് എന്ന് പറയുന്ന ഈ റോഡ് 250 മീറ്ററോളം വരുന്ന ഈ റോഡ് നവീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ അനുവദിച്ചു. പ്രത്യേകമായി ബഹുമാനപ്പെട്ട MP ഇലക്ഷന് നിൽക്കുന്ന സമയം മുതൽ ഇതിന് ഇവിടെയുള്ള ആളുകളുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അപ്പോൾ നമ്മൾ MP-യോട് പ്രത്യേകിച്ച് ഈ ഭാഗത്തുള്ള ജനങ്ങളുടെ ഒരു ആവശ്യപ്രകാരം നമ്മൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലുണ്ടായ മാറ്റം പഠിക്കാൻ നിയോഗിക്കപ്പെട്ട നീലാക്ഷി, ചൗള, മാധവ് എന്നീ ഉദ്യോഗസ്ഥരാണ് സ്കൂളിൽ എത്തിയത്. കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 6 സ്കൂളുകൾ മാത്രമാണ് കേന്ദ്ര സംഘം സന്ദർശിക്കുന്നത്. സ്കൂളിലെ ടിങ്കറിംഗ് ലാബ്, സയൻസ് ലാബ്, ഭൗമശാസ്ത്ര ലാബ്, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, ജലഗുണ നിലവാര പരിശോധന ലാബ് തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥർ വിലയിരുത്തി. കൂടാതെ കുട്ടികൾ വിവിധ പ്രൊജക്ടുകൾ കേന്ദ്ര സംഘത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ NK രമേശ്, കൊടകര ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ VB സിന്ധു എന്നിവരും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു.
പ്രധാനാധ്യാപിക MV ഉഷ, PTA പ്രസിഡന്റ് CK സന്ദീപ് കുമാർ, PTA അംഗങ്ങൾ, അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ NSS യൂണിറ്റിന്റെയും IQACയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ശില്പശാല സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പാൾ KL ജോയി അധ്യക്ഷത വഹിച്ചു. ലഹരിക്കെതിരെ നടന്ന ബോധവൽക്കരണ സെമിനാർ ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ PM ജാദിർ നയിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ K കരുണ വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഫിനാൻസ് ഓഫീസർ ഫാദർ ആന്റോ വട്ടോലി, NSS പ്രോഗ്രാം ഓഫീസർ K ജയകുമാർ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ രശ്മി രാജൻ, സ്റ്റുഡന്റ് സെക്രട്ടറി ആര്യനന്ദ എന്നിവർ സന്നിഹിതരായി. ആളൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ക്ലബ്ബ് രൂപീകരിച്ചു. ഇരിങ്ങാലക്കുട എക്സൈസ് സിവിൽ ഓഫീസർ PM ജദീർ ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപികയായ ടെസി ചെറിയാൻ വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ലഹരി വിരുദ്ധ ക്ലബിന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അധ്യാപകരായ OA ഫ്രാൻസിൻ, ജൂബി മാത്യു, KR ശ്രുതി, AP സരിത എന്നിവർ സന്നിഹിതരായി. പാരീസ് ഒളിമ്പിക്സ് 2024 പ്രചരണാർത്ഥം ആലങ്ങാട് ശങ്കര UP സ്കൂളും മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളും സംയുക്തമായി നടത്തിയ ദീപശിഖ പ്രയാണയാത്രയ്ക്ക് ആലങ്ങാട് സെന്ററിൽ സ്വീകരണം നൽകി. മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ നിന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ആരംഭിച്ച യാത്രയ്ക്ക് ആലങ്ങാട് ശങ്കര UP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സ്വീകരിച്ചു. സ്കൂൾ ലീഡർ ദേവദത്തൻ ദീപശിഖ ഏറ്റുവാങ്ങി. തുടർന്ന് സ്കൂളിൽ പ്രത്യേക അസംബ്ലി നടന്നു. കുട്ടികൾ പ്രതിജ്ഞ ചെയ്തു. പ്രധാനാധ്യാപിക ശ്രീകല, കായികാധ്യാപകൻ CJ ജോജു, സ്റ്റാഫ് പ്രതിനിധി സത്യനാരായണൻ എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് വയോജന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വാർഷികവും കർക്കടക കഞ്ഞി വിതരണവും സംഘടിപ്പിച്ചു. കടമ്പോട് ആനന്ദ കലാസമിതി വായനശാല പരിസരത്ത് നടന്ന പരിപാടി മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് PU സിറിയക് അധ്യക്ഷത വഹിച്ചു. അന്തർദേശീയ മാസ്റ്റേഴ്സ് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ ഉഷ മാണിയെ ചടങ്ങിൽ ആദരിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സജിത രാജീവൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സുമിത ഗിരി, വയോജന ക്ലബ്ബ് പഞ്ചായത്ത് തല സെക്രട്ടറി AK രാജൻ, വയോജന ക്ലബ്ബ് രക്ഷാധികാരി OP ജോണി, സെക്രട്ടറി TD ശ്രീധരൻ, ട്രഷറർ KK ജോണി, അംഗൻവാടി വർക്കർ ഷാലി എന്നിവർ പ്രസംഗിച്ചു. 100-ലധികം ഇലക്കറികളുടെ വേറിട്ട സദ്യ ഒരുക്കി അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാർഷിക ക്ലബ്ബ്. കർക്കടക മാസത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഇലക്കറി ഫെസ്റ്റ് പങ്കാളിത്തം കൊണ്ടും വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമായി. പോഷക സമൃദ്ധവും ഔഷധ ഗുണവുമുള്ള 100 കണക്കിന് സസ്യങ്ങളുടെ ഇലകൾ ശേഖരിച്ചാണ് തോരനുകളും ചമ്മന്തിയും പച്ചടിയും ജ്യൂസും സാലഡുകളും അച്ചാറുകളും ഒഴിച്ചുകറികളും അട, പുട്ട്, കട്ട്ലേറ്റ്, പരിപ്പുവട, ബജി തുടങ്ങിയ പലഹാരങ്ങളും ഉണ്ടാക്കിയത്. ചേമ്പില, പയറില, മത്തനില, കോവക്കയില, താള്, തകര, കാന്താരി, മുളകിൻ്റെ ഇല, മൾബറി ഇല, ചേനയില, വൈവിധ്യമാർന്ന ചീരയിലകൾ, മുരിങ്ങയില, തഴുതാമ, വാഴക്കൂമ്പ് തുടങ്ങി കടുത്തുവ വരെ ഉപയോഗിച്ച് 200ഓളം വിഭവങ്ങൾ തയ്യാറാക്കിയത്. വിദ്യാർത്ഥികൾ തന്നെയാണ് ഫെസ്റ്റിന് നേതൃത്വം നൽകിയത്. ചടങ്ങ് പ്രധാന അധ്യാപിക സിനി M കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക ക്ലബ്ബ് കൺവീനർ MB സജീഷ്, സീനിയർ അസിസ്റ്റന്റ് മഞ്ജുഷ മാത്യു, അധ്യാപകരായ PT ജിനിമോൾ, TG രേഖ, T പുഷ്പ, T അജിത എന്നിവർ നേതൃത്വം നൽകി. പാലിയേക്കരയിൽ നിന്ന് MDMAയും കഞ്ചാവുമായി യുവാവിനെ പോലീസ് പിടികൂടി. നിർത്തിയിട്ട കാറിൽ നിന്നും കൊല്ലം സ്വദേശി എരവിപുരം തട്ടാമല വെളിയത്തുപുരയിടം 41 വയസ്സുള്ള സുൽഫിക്കറിനെയാണ് തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് ടീമും പുതുക്കാട് പോലീസും ചേർന്ന് ശനിയാഴ്ച രാവിലെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 8.45 ഗ്രാം MDMAയും 10.2 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് എറണാകുളം ജില്ലയിലും സുൽഫിക്കറിന്റെ പേരിൽ കേസുണ്ടായിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതിയെയും ലഹരി വസ്തുക്കളും പിടികൂടിയത്. പുതുക്കാട് SHO V സജീഷ് കുമാർ, പുതുക്കാട് SI N പ്രദീപ്, മറ്റു SIമാരായ KS ഉണ്ണികൃഷ്ണൻ, KS ഡേവിസ്, CPO KS സീനീഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുതുക്കാട് യൂണിറ്റ് കമ്മിറ്റി സ്പെഷ്യൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു.
ബ്ലോക്ക് ട്രഷറർ ടി.എ. വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വി.ബി. ശോഭനകുമാരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം കെ.എം. ശിവരാമൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് പി. തങ്കം, ബ്ലോക്ക് സെക്രട്ടറി കെ.വി. രാമകൃഷ്ണൻ, കെ.ഒ. പൊറിഞ്ചു, ടി. ബാലകൃഷ്ണ മേനോൻ, കെ. സുകുമാരൻ, എം.വി. യതീന്ദ്രദാസ് എന്നിവർ പ്രസംഗിച്ചു. സർവീസ് പെൻഷൻ പരിഷ്കരണം അടിയന്തരമായി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃശൂർ കളക്ടറേറ്റിലേക്ക് നിവേദനം സമർപ്പിക്കുന്നതിനായാണ് KSSPU റാലി സംഘടിപ്പിച്ചത്. കോഴിക്കൂട്ടിൽ കടന്ന മലമ്പാമ്പ് 6 കോഴികളെ അകത്താക്കി. കോടാലി മോനടി സ്വദേശി സുധിയുടെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നുമാണ് 12 അടി നീളം വരുന്ന മലമ്പാമ്പിനെ പിടികൂടിയത്. ശനിയാഴ്ച രാവിലെ 8-നാണ് സംഭവം. രാവിലെ കോഴിക്കൂട് തുറക്കാനെത്തിയ വീട്ടുകാരാണ് പാമ്പിനെ കണ്ടത്. തുടർന്ന് വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. വെള്ളിക്കുളങ്ങര റേഞ്ചിലെ ആനിമൽ റെസ്ക്യൂ ഉദ്യോഗസ്ഥൻ KS ഷിൻസനാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ ഉൾക്കാട്ടിലേക്ക് വിട്ടയച്ചു. ആഗ്രയിൽ നടക്കുന്ന അണ്ടർ 17 വിഭാഗം ദേശീയ വടംവലി മത്സരത്തിലേക്ക് വരന്തരപ്പള്ളി CJM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ജോബിൻ ജോർജ് തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ടീമിൽ തൃശൂർ ജില്ലയിലെ ഒരേയൊരു താരമാണ് ജോബിൻ. CJM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 കൊമേഴ്സ് വിദ്യാർത്ഥിയാണ്. SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ ഫുൾ A+ നേടിയ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 13, 14, 15 വാർഡുകളിലെ വിദ്യാർത്ഥികളെ തുറവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരിക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് 4-ന് തെക്കേത്തുറവ് ജ്യോതിഷ് തണൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിക്കും. വരന്തരപ്പള്ളി AH സ്കൂളിലെ 1983 SSLC ബാച്ചിലെ 2ാമത് സ്നേഹസംഗമം ഞായറാഴ്ച നടക്കും. ആമലൂർ ഗോകുലം റെസിഡൻസിയിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സംഗമം. മിമിക്രി ആർട്ടിസ്റ്റ് വിജേഷ് ചേളാരി മുഖ്യാതിഥിയാകും. ലക്കി വിന്നർ കോൺടെസ്റ്റിലൂടെ ചടങ്ങിനെത്തുന്ന എല്ലാവർക്കും സ്വർണ്ണക്കിഴി സമ്മാനമായി ലഭിക്കും. ശിങ്കാരിമേളം, നാടൻപാട്ട്, സിനിമാറ്റിക് ഡാൻസ്, വഞ്ചിപ്പാട്ട്, സ്കിറ്റ് എന്നിവയും ഉണ്ടാകും. വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കും. വേലുപ്പാടം സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ് നടക്കുക. ഒമ്പതുങ്ങൽ ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഞായറാഴ്ച നടക്കും. ക്ഷേത്ര മേൽശാന്തി കുട്ടൻ, തന്ത്രി പ്രതിനിധി മണികണ്ഠൻ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. വിശേഷാൽ പൂജകൾ, ആനയൂട്ട്, അന്നദാനം എന്നിവയും ഉണ്ടാകും. പറപ്പൂക്കുര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആഗസ്റ്റ് 11 ഞായറാഴ്ച രാവിലെ 5:30 മുതൽ നടക്കും. 7:15 മുതൽ സർവൈശ്വര്യ പൂജ, 8:30 മുതൽ സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതിയുടെ ഭക്തി പ്രഭാഷണം, രാവിലെ 10 നടക്കുന്ന വിദ്യാഭ്യാസ അവാർഡ് വിതരണ സമ്മേളനം സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും. മുഖത്തെ ക്ഷീണമകറ്റാൻ ഐസ് ഫേസ് വാഷ്. ആരോഗ്യ സംരക്ഷണ അറിവ് നൽകുന്ന പ്രത്യേക റിപ്പോർട്ട് കാണാം. മുഖത്തെ ക്ഷീണമകറ്റാൻ ഐസ് ഫേസ് വാഷ്. മുഖത്തെ ക്ഷീണമകറ്റാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന വഴിയാണ് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. ആലിയ ഭട്ട്, പ്രിയങ്ക ചോപ്ര തുടങ്ങിയ ഒട്ടേറെ സെലിബ്രിറ്റികൾ ഐസ് ഫേസ് വാഷിന്റെ ആരാധകരാണ്. തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയാൽ ചെറുതല്ല ഗുണങ്ങൾ. ഉറക്കക്ഷീണം അകറ്റാനും കണ്ണിന് ചുറ്റുമുള്ള വീക്കം കുറയ്ക്കാനും കണ്ണിന് ഉന്മേഷം നൽകാനും ഐസ് വെള്ളം മികച്ചതാണ്. ചർമ്മസുഷിരങ്ങൾ അടയാനും അമിത എണ്ണമയം ഉണ്ടാകുന്നത് തടയാനും ഐസ് ഫേസ് വാഷ് സഹായിക്കും. കൂടാതെ ബ്ലാക്ക് ഹെഡ്സ്, മുഖക്കുരു എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. ചർമ്മത്തിന്റെ ദൃഢത നിലനിർത്താനും ഫ്രഷ്നെസ് നൽകാനും സഹായകരമാണ് ഈ ഫേസ് വാഷ്. രക്തയോട്ടം വർദ്ധിപ്പിക്കുമെന്നതിനാൽ ത്വക്കിന് തിളക്കവും മൃദുത്വവും നൽകും. തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയ ശേഷം മേക്കപ്പ് ഉപയോഗിച്ചാൽ കൂടുതൽ നേരം നീണ്ടു നിൽക്കും. മോയ്സ്ചറൈസർ, സിറം എന്നിവ ഫലപ്രദമായി ആഗിരണം ചെയ്യപ്പെടാനും ഐസ് ഫേസ് വാഷ് നല്ലതാണ്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃശൂർ വെള്ളറക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ മേഖലകൾക്ക് തുല്യ പ്രാധാന്യം നൽകുന്ന ഹൈബ്രിഡ് കോഴ്സായ ഇലക്ട്രോണിക് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്കും മറ്റ് ബിടെക് ബ്രാഞ്ചുകളായ സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ എന്നിവയിലും കുറഞ്ഞ ഫീസിൽ പ്രവേശനം തുടരുന്നു. LOT, VLSI, എംബഡഡ് സിസ്റ്റംസ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഹെൽത്ത് കെയർ, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് തുടങ്ങിയ വിവിധ മേഖലകളെ പ്രതിനിധാനം ചെയ്യുന്ന നവീന ബ്രാഞ്ചായ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ പ്രാവീണ്യം നേടുന്നവർക്ക് ഭാവിയിൽ
ഒട്ടേറെ തൊഴിൽ അവസരങ്ങളുണ്ട്. +2 പരീക്ഷയിൽ ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസിൽ കോഴ്സിൽ പ്രവേശനം നേടാം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 7025630001. അടുത്ത നമ്പർ 7025630002. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് ഗസ്റ്റ് ലെക്ചറർ ഒഴിവിലേക്കുള്ള അഭിമുഖം തിങ്കളാഴ്ച നടക്കും. ദിവസ വേതനാടിസ്ഥാനത്തിലാണ് നിയമനം. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിടെക്കിലോ എംടെക്കിലോ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റോടുകൂടി ഉച്ചതിരിഞ്ഞ് 2-ന് നടത്തുന്ന എഴുത്തു പരീക്ഷയിലും തുടർന്നുള്ള അഭിമുഖത്തിലും ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9446073450. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് ഒരു ഫാർമസിസ്റ്റിന്റെ ഒഴിവുണ്ട്. യോഗ്യത D.Pharm, B.Pharm. താല്പര്യമുള്ളവർ തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് കുടുംബാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തുന്ന ഇന്റർവ്യൂവിൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകേണ്ടതാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6325 രൂപ, പവന് 50,600 രൂപ. ചെമ്പുച്ചിറ നെടുമ്പിള്ളി ചന്ദ്രൻ മകൻ ജയേഷ് അന്തരിച്ചു. 40 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുതുക്കാട് വടക്കേത്തുറവ് പട്ടത്ത് അശോകൻ മകൾ അനഘ അന്തരിച്ചു. 25 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ദേശീയപാതയിൽ പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ കാൽനടയാത്രികൻ ലോറിയിടിച്ച് മരിച്ചു. പാലപ്പിള്ളി വലിയകുളത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. ഇഞ്ചക്കുണ്ട് കുടിയേറ്റത്തിന്റെ 1 വർഷം നീളുന്ന വജ്ര ജൂബിലി ആഘോഷം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. ചിമ്മിനി മേഖലയിലെ തോട്ടം മേഖലയ്ക്ക് വെല്ലുവിളിയായി കാട്ടാന ശല്യം. അധികാരികളുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് തോട്ടം തൊഴിലാളികൾ. MDMA-യുമായി ഒരാൾ പുതുക്കാട് പോലീസിന്റെ പിടി. 8 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് ആശാരിക്കുന്ന് കൽക്കുഴി റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.